ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി അങ്ങനെ ഇങ്ങനെ ഒന്നും മറക്കാൻ ഒരു ഇടയുമില്ല. ഒന്നിനെതിരെ 2 ഗോളുകളുമായിട്ട് പഞ്ചാബ് FC ഓണത്തിന് ഇവിടെ വന്ന് വിഷു ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും പുതിയ സീസണിലെ ആദ്യ മത്സരം തന്നെ ഒരു പരാജയത്തോടെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കായൽ സ്റ്റെയറെ. എന്തായാലും തന്റെ ആദ്യ മത്സരം തന്നെ ഒരു പരാജയത്തോടെ തന്നെ തുടങ്ങിയതിനെ പറ്റി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കായൽ സ്റ്റെയറെ. കോച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീസണിലെ പുതിയ സ്ട്രൈക്കർ ആയിട്ടുള്ള ഈസസ് ജെമിനസ് നമുക്ക് ഈ ഒരു സീസണിൽ തരുന്ന പ്രതീക്ഷകൾ എന്തെല്ലാമാണെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ അംഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പഞ്ചാബ് FCക്കെതിരെയുള്ള ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സ് തോറ്റതിനെ പറ്റി ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കായൽ സ്റ്റെയറയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം. കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ വളരെയധികം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡുള്ള ഒരു പരിശീലകനാണ്. കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കാതെ ഇനി വരുന്ന മത്സരങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് കൂടി സമീപിച്ച് വിജയിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം മനസ്സിലുണ്ടെങ്കിലും പഞ്ചാബിനെതിരെയുള്ള തോൽവി എന്നെ വളരെയധികം വിഷമത്തിലാക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ ഡേ ആയിട്ട് പോലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്റ്റേഡിയത്തിൽ കളി കാണണമെന്ന ആരാധകർ ഡിസേർവ് ചെയ്ത ഒന്നല്ല ഞങ്ങൾ അവർക്ക് നൽകിയത്. ഫുട്ബോളിൽ നമ്മൾ എപ്പോഴും അറ്റാക്കിങ്ങിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ഡിഫൻസിനും കൊടുക്കണം. ഡിഫൻസീവ്ലി നമ്മൾ മത്സരത്തിൽ ഓവറോൾ സോളിഡ് ആയിരുന്നുവെങ്കിലും ചില കീ മൊമെന്റ്സിൽ നമുക്ക് പിഴവുകൾ പറ്റി. എന്നാൽ ആ പിഴവുകൾ ഇനി അനുവദിച്ചുകൂടാ. ഒരു മത്സരത്തിന്റെ ആദ്യ സെക്കൻഡ് മുതൽ അവസാന സെക്കൻഡ് വരെ നമ്മൾ കോൺസെൻട്രേറ്റ് ആയിരിക്കണം, സോളിഡ് ആയിരിക്കണം. എന്തായാലും വരുന്ന അപ്കമിങ് മാച്ചസുകളിൽ നമ്മൾ പിഴവുകളെല്ലാം തിരുത്തി വളരെയധികം മോർ എഫക്റ്റീവായിട്ട് തന്നെ കളിച്ച് മത്സരങ്ങൾ വിജയിക്കുമെന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടെ തന്നെ മിക്കായൽ സ്റ്റെയറെ പറയുന്നു. എന്തായാലും കോച്ചിന്റെ ഈ ആത്മവിശ്വാസത്തോടുള്ള വാക്കുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു സീസണിലെ പ്രധാന സ്ട്രൈക്കർ ആയിട്ടുള്ള എസ്യൂസ് ജെമിനസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടുന്ന താരമാണ് എസ്യൂസ് ജെമിനസ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിട്ടുള്ള ദിമിത്രിയോസ് ഡയമന്റാക്കോസിന്റെ പകരക്കാരനായിട്ടാണ് നമ്മൾ എസ്യൂസ് ജെമിനസിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിനു ശേഷം എസ്യൂസിന് പറയാനുള്ളത് ഇതാണ്: ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനും വളരെയധികം ആദ്യ മാച്ചിന് വേണ്ടി എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഗോൾ അടിക്കുക, വിജയിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ നമ്മളിപ്പോൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. ആദ്യ മാച്ചേ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇനിയും അങ്ങോട്ട് ഈ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഫൈറ്റ് ചെയ്യാം. താൻ തന്നെ 100% തന്നെ പുറത്തെടുക്കുമെന്നും അടുത്ത മത്സരം നമ്മൾ വിജയിക്കുമെന്നും ഈസസ് ജെമിനസ് പറഞ്ഞ തൻ്റെ വാക്കുകൾ അദ്ദേഹം അവസാനിപ്പിച്ചു. എന്തായാലും ഈസസിന്റെ ഈ വാക്കുകൾ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതായിരിക്കും. എന്തായാലും കോച്ചിന്റെയും ഈസസിന്റെയും ഈ വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.